i2i ന്യൂസിന് അഭിമുഖം നൽകിയ രാജേന്ദ്ര പ്രസാദിനെ തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമം, പിന്നിൽ കേക്കച്ചൻ. നെട്ടൂർ കേക്കച്ചന്റെ തരികടകൾ പരമ്പരകളായി i2i ന്യൂസിലൂടെ വെളിപ്പെടുത്തിയ കോൺഗ്രസ് പാർട്ടിയുടെ എറണാകുളം മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PS രാജേന്ദ്ര പ്രസാദിനെ ഇന്ന് രാവിലെ അതിക്രൂരമായി കേക്കച്ചന്റെ ഗുണ്ടകൾ ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു. ആലുവയിൽ രാജേന്ദ്ര പ്രസാദ് താമസിക്കുന്ന കെട്ടിടത്തിൽ കടന്നാണ് ബൈക്കിലെത്തിയ ഗുണ്ടകൾ ചുറ്റിക വെച്ച് തലക്കടിച്ചത്. ബഹളം കേട്ട് സമീപവാസികൾ ഓടിയെത്തിയപ്പോൾ ഹെൽമറ്റ് വെച്ച് മുഖം മറച്ചിരുന്ന ആക്രമികൾ ഓടിപ്പോവുകയും ബൈക്കിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. പരിക്കേറ്റ് ചോരവാർന്ന് കിടന്ന രാജേന്ദ്ര പ്രസാദിനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്കിൻ്റെ തീവ്രത മൂലം അദ്ദേഹത്തെ തൊട്ടടുത്തുള്ള മാഞ്ഞാലി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. ചുറ്റിക വെച്ചുള്ള അടിയിൽ തലയിൽ 6 സ്റ്റിച്ചുകളുണ്ട്. കാലിനേറ്റ അടിയിൽ ഓപ്പറേഷൻ വേണമെന്നാണ് ഹോസ്പിറ്റൽ അറിയിച്ചിരിക്കുന്നത്. ആലുവ പോലീസ് ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെത്തി രാജേന്ദ്ര പ്രസാദിന്റെ മൊഴി രേഖപ്പെടുത്തി. ഞങ്ങൾ ആലുവ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ മൊഴി രേഖപ്പെടുത്തിയെന്നും FIR ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും പറയുകയുണ്ടായി. എന്താണ് സംഭവിച്ചതെന്ന് PS രാജേന്ദ്ര പ്രസാദിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇന്ന് രാവിലെ 8:30 സമയത്ത് ഞാൻ രാവിലെ ഒരു ഹോട്ടലിൽ പോയി രാവിലെ ചൂടുവെള്ളം കഴിക്കും. എന്നിട്ട് താമസ സ്ഥലത്തേക്ക് വരുമ്പോൾ താമസ സ്ഥലത്തിനടുത്ത് ബൈക്കിൽ 2 പേര് നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് കയറി. ആലുവയിലാണ് ഞാൻ താമസിക്കുന്നത്, കെട്ടിടത്തിൽ വാടകയ്ക്ക്. അങ്ങനെ അവിടെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറും കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിൽ കയറി സെക്കൻഡ് ഫ്ലോറിലാണ് ഞാൻ താമസിക്കണം. അവിടെ സെക്കൻഡ് ഫ്ലോറിലേക്ക് നടന്ന് കയറുമ്പോൾ ഈ 2 പേര് നേരെ ഓടി വന്നിട്ട് ഒരാളിന്റെ മുന്നിൽ നിൽക്കുകയാണ്. സ്റ്റെപ്പുമ്മ കയറി മുന്നിൽ ഇങ്ങോട്ട് പോകാൻ പറ്റാതെ. എന്നിട്ട് നീയും സിഗ്മയും കൂടി അല്ലേടാ സതീശൻ സാറിന് ചാനലിൽ പോയിരുന്നു നാശിച്ചത്, നിങ്ങളെ 2നെ ഞങ്ങൾ വിടില്ല, തൊട്ട് കൂടെ വന്നവൻ പറഞ്ഞിടാ അവനെ കൊല്ലടവനെ എന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ കയ്യിലിരുന്ന ഈ ഇതുണ്ടല്ല, ഈ ചുറ്റിക വെച്ച് തലക്കടിച്ച് ചോര ഉടനെ കൈ 2 തലയിൽ വെച്ചു. കൈ 2 തലയിൽ വെച്ച സമയത്ത് വീണ്ടും അടിച്ചു, 3-4 അടി അടിച്ചു. അതിന് നിലവിളിക്കണ കേട്ട് തൊട്ടടുത്ത് താമസിക്കുന്നവരെ കൂടി വന്നപ്പോഴേക്കും ഇവന്മാരെ ഇറങ്ങി പോണ സമയത്ത് വീണ്ടും എന്റെ മുട്ടുകാലിലിട്ട് ചുറ്റിയെ കടിച്ചു. എന്നിട്ടാണ് അവര് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ തൊട്ടടുത്തുള്ള നജാത്ത് ഹോസ്പിറ്റലിൽ, നജാത്ത് ഹോസ്പിറ്റൽ ആലുവ മെട്രോയ്ക്ക് അടുത്തുള്ള നജാത്ത് ഹോസ്പിറ്റലിൽ അവരവിടെ തലയുടെ ഇഞ്ചുറി ഇത്തിരി കട്ടിയാണ്, അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ എയർപോർട്ട് അത്താണിക്കടുത്ത് ഒരു മാഞ്ഞാലി എന്ന് പറയുന്ന സ്ഥലത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്, ശ്രീനാരായണ മെഡിക്കൽ കോളേജ്. അവിടെ അഡ്മിറ്റ് ചെയ്തു. തല 6 സ്റ്റിച്ച് ഉണ്ട്. പിന്നെ കൈക്ക് പൊട്ടുണ്ട്. ഈ തലക്ക് ഇങ്ങനെ മറച്ചു പിടിച്ചാരണം അടിച്ചാർന്ന കൈക്ക് പൊട്ടുണ്ട്, കാലിന് അടിച്ച പൊട്ടുണ്ട്. അങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ട് പോലീസ് ഒന്ന് മൊഴിയൊക്കെ എടുത്ത് പോയേക്കുന്നു. ഏത് പോലീസ് സ്റ്റേഷനിലാണ്? ആലുവ പോലീസ് സ്റ്റേഷൻ. ആർക്കെതിരെയാ പരാതി കൊടുത്തേക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത്, മൊഴി പറഞ്ഞിരിക്കുന്നത് വീഡിയോ പ്രൊഡക്ഷനെതിരെ. ഞാൻ i2i ചാനലിൽ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് സതീശന്റെ 45 വർഷത്തെ ചരിത്രമാണ് നമ്മൾ കൊടുത്തത് സത്യസന്ധമായി. അത് സതീശനെ സംബന്ധിച്ചിടത്തോളം അത് പുറത്തു വന്നത് സതീശന് ഭയങ്കര നമ്മളോട് ഒരു പ്രകോപനമായി. അങ്ങനെയാണ് സതീശനും അനിയനും കൂടി കൊട്ടേഷൻ കൊടുക്കുന്നത്. ആ വിവരം സീനിയർ ഹോസ്പിറ്റൽ അറിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുക്കുന്നു. എന്നെയും സിനിമയും ഇങ്ങനെ പഠിക്കാനായിട്ടുള്ള പരിപാടിയുണ്ട്. ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ഓൾറെഡി നിങ്ങൾ നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ നിങ്ങളെ പഠിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതെ, എന്നെ സിനിമയെ ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി. അത് അന്വേഷണത്തിൽ ഇരിക്കുകയാണ് വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അക്രമം. അവർ പറഞ്ഞത് ഇങ്ങനെയല്ല, നീയും സിബിയും കൂടി അല്ല സതീശൻ സാറിന് ചാനലിൽ പോയിരുന്നു നാറ്റിച്ചത്, നിന്നെന്തൊരു വിടൂല, കുറെ കാലമായി ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്ത് ഇവന്റെ കയ്യിൽ കൂടെ ഉണ്ടെന്നേരം. അപ്പൊ പുറകെ നിൽക്കണം, കൊല്ലടവനെന്ന് പറഞ്ഞു, വെച്ചുകൊണ്ടിരിക്കലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തലക്കടിയുന്നത്. തലക്കടിച്ച് കഴിഞ്ഞപ്പോ ഞാൻ 2 കൈ തലയിൽ വേഗം വെച്ച് ചീറ്റി രക്തം അവിടെയൊക്കെ. അങ്ങനെ പിന്നെ കഴിക്കാൻ കടി കൊള്ളണം. എന്റെ നിലവിളിയായിട്ട് ആളുകൾ ഓടി വന്നപ്പോ ഇവര് ഓടി പോണ സമയത്ത് വീണ്ടും എന്റെ സ്റ്റെപ്പ് ഇറങ്ങി നിൽക്കുമ്പോ അവിടെ നിന്ന് അടിച്ചിട്ടാണ് വീണ്ടും പോയത്. ഇതന്നെണ്ടായ സംഭവം. ഇവരെ തിരിച്ചറിയാനോ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യാനോ എല്ലാം പറ്റിയോ? വണ്ടിയുടെ നമ്പർ ഒരാൾ കണ്ടെത്തിയിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു.
വേറെ CCTV ദൃശ്യം എന്തെങ്കിലും ഉണ്ടോ? അതറിയില്ല, പോലീസ് നോക്കണം. പിന്നെ ഞാൻ ഈ താഴെ നിൽക്കുമ്പോ അവര് തലയിൽ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അവര് വെറുതെ നിൽക്കായിരുന്നു, ഹെൽമെറ്റ് ഒക്കെ തൂരി വെച്ച്. അത് കഴിഞ്ഞ് മുകളിൽ വന്നപ്പോ മുഖം മൂടിയായിട്ടാണ് വന്നത്. ഹെൽമെറ്റ് തല വെച്ചിട്ടാണോ? അതെ. ITV ന്യൂസിന് അഭിമുഖം നൽകിയ രാജേന്ദ്ര പ്രസാദിനെയും സിമി റോസ്ബൽ ജോണിനെയും വാർത്ത നൽകിയ എന്നെയും വധിക്കുമെന്ന് വി ഡി സതീശന്റെ സഹോദരൻ കഴിഞ്ഞയാഴ്ച പറഞ്ഞതിനെ തുടർന്ന് രാജേന്ദ്ര പ്രസാദ് DYSPക്ക് തനിക്ക് വധഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇന്ന് വധശ്രമം ഉണ്ടാകുന്നത്. വി ഡി സതീശന്റെ അടുപ്പക്കാരിയും കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തുന്ന ആളുമായ പറവൂർ ജയന്തിയെ കൊണ്ട് എന്നെ വിളിപ്പിച്ച് ഭീഷണി മുഴക്കിയത് ഞാൻ വാർത്തയായി 2 ആഴ്ച മുമ്പ് നൽകിയിരുന്നു. മാത്രമല്ല, സതീശൻ എനിക്കെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതിയും നൽകിയിരുന്നു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വാർത്ത നൽകിയതെന്ന കാരണത്താൽ നിയമപരമായി ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ കേക്കച്ചൻ ഗുണ്ട ആക്രമണം ആരംഭിച്ചത്. സിമി റോസ്ബലിനെ പുറത്തിറങ്ങിയാൽ തട്ടിക്കളയും എന്നാണ് ഭീഷണി. സിമിയുടെയും PS രാജേന്ദ്ര പ്രസാദിന്റെയും അഭിമുഖങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. അതോടെ നെട്ടൂർ കേക്കച്ചന്റെ മുഖംമൂടി അഴിഞ്ഞു വീണു. 45 വർഷത്തിലധികമായി നെട്ടൂർ കേക്കച്ചനെ അടുത്തറിയാവുന്ന രാജേന്ദ്ര പ്രസാദിന്റെയും സിമി റോസ്ബൽ ജോണിന്റെയും വെളിപ്പെടുത്തലുകൾ ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ഒരു മണി ചെയിൻ തട്ടിപ്പുകാരനായി പറവൂരിൽ വന്നിറങ്ങിയ കേക്കച്ചൻ ലാംബി സ്കൂട്ടറിൽ പെട്രോൾ അടിക്കാൻ പോലും നിവൃത്തിയില്ലാതെ കടം മേടിച്ച 1000 രൂപ പോലും ഇന്ന് സിമിക്ക് തിരികെ നൽകിയിട്ടില്ല എന്ന വസ്തുതയും, കേക്കച്ചനെ അപമാനിച്ച താരകപ്പെണ്ണ് കേക്കച്ചന്റെ ഓഫീസ് സെക്രട്ടറി താരകേശ്വരന്റെ ഭാര്യയായിരുന്നു എന്ന വസ്തുതയും, കേക്കച്ചന് കിടന്നു കൊടുക്കാത്ത സ്ത്രീകൾക്ക് എറണാകുളത്ത് പാർട്ടി പദവികൾ ലഭിക്കില്ലെന്നും അവരെ പുകച്ച് പുറത്തു ചാടിക്കുമെന്നും ഇവർ പറഞ്ഞത് കേട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ കഴിഞ്ഞ 96 ദിവസങ്ങളായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പറവൂരിൽ ഷൈൻ ടീച്ചറെ അപമാനിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയതും നടപ്പിലാക്കിയതും കേക്കച്ചനും ഷിയാസും കൂടി ചേർന്നാണെന്ന വിവരവും ഒടുവിൽ പുറത്തു വന്നു. ഇതേ തുടർന്ന് കേക്കച്ചന്റെ സകല വിലയും പോയി പാർട്ടി നേതൃത്വവും കേക്കച്ചനെ ഒതുക്കി. ഇതോടെ പേയ് ഇളകി നടക്കുകയാണ് നെട്ടൂർ കേക്കച്ചൻ. തൻ്റെ മുഖ്യമന്ത്രി മോഹം ഇനി നടക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് കേക്കച്ചൻ കൊട്ടേഷൻ കൊടുത്തത് എന്നാണ് വിവരം. PS രാജേന്ദ്ര പ്രസാദിനെ ഗുണ്ടകളെ ഇറക്കി തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേക്കച്ചനെതിരെ വധശ്രമത്തിന് എത്രയും വേഗം FIR രജിസ്റ്റർ ചെയ്യണം. ഇടതുപക്ഷത്തിന്റെ ഐശ്വര്യമായ ഈ കേക്കച്ചനെതിരെ പിണറായി സർക്കാർ FIR ഇടുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടുന്നത്. നെട്ടൂർ കേക്കച്ച, ഇതുകൊണ്ടൊന്നും ഞങ്ങൾ വിരളില്ല. ഇടികൊള്ളുമ്പോൾ ചോര പൊടിയുന്നത് രാജേന്ദ്ര പ്രസാദിന് മാത്രമല്ല എന്ന് നീ മനസ്സിലാക്കും. ഇന്ന് ITV ന്യൂസ് മിഷൻ 250യുടെ 36ാം ദിനം. മിഷൻ തുടരും, നിന്നെ പറവൂരിൽ തോൽപ്പിക്കുന്നതുവരെ, രാഷ്ട്രീയ വനവാസത്തിന് അയക്കുന്നതുവരെ. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.